നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെൽ മുൻ സ്റ്റേറ്റ് പ്രോഗ്രാം കോഓർഡിനേറ്റർ ഡോക്ടർ അബ്ദുൽ ജബ്ബാർ അഹമ്മദ് വിരമിച്ചു. കുറ്റിപ്പുറത്ത് നടന്ന വിരമിക്കൽ ചടങ്ങിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും മറ്റ് പ്രമുഖരും പങ്കെടുത്തു. 26 വർഷത്തെ സേവനത്തിന് ശേഷമാണ് കുറ്റിപ്പുറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്നും ഡോക്ടർ അബ്ദുൽ ജബ്ബാർ വിരമിക്കുന്നത്. 1999 ജൂണിൽ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ മൊഗ്രാൽ പുത്തൂരിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. പിന്നീട് ഗവൺമെന്റ് പോളിടെക്നിക് ഷൊർണൂർ, തിരൂരങ്ങാടി AKNM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, ഗവൺമെന്റ് വുമൺസ് പോളിടെക്നിക് കോളേജ് കോട്ടയ്ക്കൽ, ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ സുൽത്താൻ ബത്തേരി, ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ മഞ്ചേരി, ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കുറ്റിപ്പുറം എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുറ്റിപ്പുറത്ത് നടന്ന വിരമിക്കൽ ചടങ്ങിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പങ്കെടുത്ത് സംസാരിച്ചു. അധ്യാപകനെ പറ്റി ഓർക്കാൻ കഴിയുക എന്ന് പറയുന്നത് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുള്ള വിരമിക്കൽ അത് വലിയ പ്രയാസം നൽകുന്നതാണെങ്കിൽ പോലും ഇത്രയും നാൾ ഞാനിവിടെ എൻ്റെ സുഹൃത്തിനോട് പറയായിരുന്നു, എൻ്റെ വയസ്സിൻ്റെ പ്രായം കൊണ്ട് അല്ലെങ്കിൽ അത്രയും കാലഘട്ടം കൊണ്ട് സാറിൻ്റെ സർവീസ് ജീവിതം എന്ന് പറയുന്നു. അപ്പോൾ 26 വർഷം സർവീസിൽ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് ചെറിയ കാര്യമായി ഞാൻ കാണുന്നില്ല. പക്ഷെ സർവീസിലിരിക്കുമ്പോഴും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ കാര്യമാണ്. അധ്യാപക ജീവിതത്തിൽ നല്ല മാതൃക സൃഷ്ടിക്കുന്ന അധ്യാപകരെ വിദ്യാർത്ഥികൾ ഓർക്കുന്നത് പോലെ തന്നെ ഒരു സമൂഹം തന്നെ ഓർക്കുന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് ഇവിടെ വന്നെത്തിയിട്ടുള്ള മുഴുവൻ പേര്. NSS എന്ന ഒരു കുടുംബത്തിൽ NSSന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി മാറുന്നതിനോടൊപ്പം നല്ല ധൈര്യമുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന സമൂഹത്തിന് ആവശ്യമായ നിലയിൽ മാറാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളായി കൂടി ഈ സമൂഹത്തിലെ ഈ തലമുറയിലെ കുട്ടികൾ മാറുന്നുണ്ടോ എന്നത് നമുക്ക് കാണാൻ കഴിയും. മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്, തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ ഇടശ്ശേരി, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് കോഴിക്കോട് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ സുരേഷ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. 2000 മുതൽ 2011 വരെ വിവിധ കോളേജുകളിൽ NSS പ്രോഗ്രാം ഓഫീസറായി പ്രവർത്തിച്ചു. 2009 മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരത്തിന് ഇദ്ദേഹം അർഹനായിട്ടുണ്ട്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. 2011 നവംബറിൽ NSS ടെക്നിക്കൽ സെല്ലിന്റെ സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്ററായി ചുമതലയേറ്റു. 3 ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മികച്ച സംസ്ഥാന NSS പ്രോഗ്രാം കോർഡിനേറ്റർക്കുള്ള ഇന്ദിരാഗാന്ധി ദേശീയ പുരസ്കാരവും അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജിയിൽ നിന്നും അദ്ദേഹം ഏറ്റുവാങ്ങി. 2012, 14, 15 എന്നീ വർഷങ്ങളിൽ ഒരേ രാഷ്ട്രപതിയിൽ നിന്ന് 3 തവണ ദേശീയ പുരസ്കാരം സ്വീകരിച്ച ഏക വ്യക്തി കൂടിയാണ് അബ്ദുൽ ജബ്ബാർ അഹമ്മദ്. NCV ന്യൂസ്, കുറ്റിപ്പുറം. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.